സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്ന് പകലിലാണ് ഞാൻ ഇത്രത്തോളം ചിരിയോടും സന്തോഷത്തോടും കൂടെ ഞാനിവിടെ നിൽക്കുന്നത്. ഇതിനകത്ത് വരുന്ന സമയത്തും എൻ്റെ ഉള്ളിനകത്ത് വളരെ ഭാരവും പ്രയാസവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ആൻറ്റിയെ ഞാൻ കണ്ടു, സംസാരിച്ചുവെങ്കിലും ആമേൻ എല്ലാം പതിയെ പതിയെ മറക്കണമെന്ന് പറയുമ്പോഴും ആമേൻ ഇതിനകത്തിരുന്നപ്പോഴും വല്ലാത്തൊരു ഉള്ളിനകത്തൊരു ഫീൽ എനിക്കുണ്ടാകുവാനിടയായി. ഞാൻ വിചാരിച്ചു, കർത്താവേ ആമേൻ എങ്ങനെ മെസ്സേജ് കൊടുക്കും, എങ്ങനെ നിൽക്കുമെന്ന് വളരെ ഭാരം ഉള്ളിനകത്ത് ആമേൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി. ആമേൻ എഴുന്നേറ്റ് ഇനിയും നിനക്ക് ദൂരയാത്ര ചെയ്യേണ്ടതുണ്ട്. ആമേൻ എന്നെ തട്ടുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. ഞാനപ്പോൾ ശക്തമായിട്ട് ഇവിടെ ഇരുന്ന് ആരാധിച്ചു. നമ്മുടെ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ശക്തമായിരുന്ന് ആരാധിച്ചു. കാരണം ചിന്തകളെ കൊണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ഇനി ഭാരത്തെ കൊണ്ടിട്ട് ഒതുക്കുന്നത് പിശാച. ആമേൻ ഹല്ലേലൂയ. അതിനെ ധരണം ചെയ്യണമെങ്കിൽ ദൈവകൃപയിൽ ആമേൻ കുറച്ചുകൂടെ മൂടപ്പെട്ടാൽ മാത്രമേ ആമേൻ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. ആമേൻ തിരിച്ചറിഞ്ഞ് ആമേൻ പുറത്തു വരുന്നവർ ആമേൻ വിടുതൽ പ്രാപിക്കും. ഇന്ന് പകലിലും സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ തന്ന അവസരത്തെ ഓർത്ത്, മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ. എന്നെപ്പോലുള്ള എൻ്റെ സമപ്രായക്കാർ എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുണ്ടത് കൊണ്ട്, ശ്രേഷ്ഠ മഹിമയുള്ളത് കൊണ്ടല്ല എന്നെ കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് പ്ലാനുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ചില വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് ആമേൻ ഈ ഒരു പേരില്ലാതെ വണ്ണം തകർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ, അനവധി കഷ്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും ആമേൻ ജീവനോടെ നിർത്തിയിരിക്കുന്നത് ആയുസ്സ് തന്ന കർത്താവിനെ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ മഹത്വീകരിപ്പാൻ കർത്താവ് സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിലും സന്തോഷമുള്ളവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആമേൻ അഭിഷേകവും നിങ്ങളുടെ റെസ്പോണ്ടിങ് ഇന്ന് പകൽ ഇതിനകത്ത് ശുശ്രൂഷ വെളിപ്പെടും. ഞാൻ വന്നതുകൊണ്ട് ഇതിനകത്തൊന്നും സംഭവിക്കത്തില്ല. കർത്താവ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ ഇന്ന് പകലിൽ വിടുതൽ പ്രാപിച്ചു മടങ്ങുക തന്നെ ചെയ്യും. വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ടായിരിക്കാം നമ്മൾ ഇതിനകത്ത് കടന്നു വന്നത്. പക്ഷേ ആമേൻ ഇതിനകത്ത് കടന്നു വരുമ്പോൾ ആ ടെൻഷനുകളിൽ നിന്ന് റിലീസായി, ഭാരങ്ങളിൽ നിന്ന് റിലീസായി വലിയൊരു ആശ്വാസത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിൻ്റെ 12 വാക്യം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിൻ്റെ 12 വാക്യം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീർ എന്നോ മാറുമോ, വേദനകളെന്നോ തീരുമോ, കണ്ണുനീർ എന്നോ മാറുമോ, വേദനകൾ എന്നോ തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കണ്ണുനീർ എന്നോ മാറുമോ, വേദനകൾ എന്നോ തീരുമോ, കണ്ണുനീർ എന്നോ മാറുമോ, വേദനകൾ എന്നോ തീരുമോ, ഈഹത്തിൽ ഒന്നുമില്ലായേ നേടിയാതെല്ലാം
മിഥ്യയിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം മിഥ്യയേ പാരാദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ പാരാദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ കണ്ണുനീർ എന്നോ മാറുമോ വേദനകൾ എന്നോ തീരുമോ കണ്ണുനീർ എന്നോ മാറുമോ വേദനകൾ എന്നോ തീരുമോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പാട്ട് ഇന്ന് പകൽ ഇതിനിവിടെ പാടുവാൻ കാരണം ആമേൻ, എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിലൊക്കെ അമ്മ വളരെ പ്രത്യാശയോടെ പാടുന്ന പാട്ടായിരുന്നു ആമേൻ ഈ ഗാനം. ഹല്ലേലൂയ. ഞാൻ ആമേൻ ഈ അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെ ആമേൻ ഞാൻ സ്റ്റാറ്റസിൽ ആമേൻ ഫോട്ടോസ് ഇടുമായിരുന്നു. അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്നത്, അമ്മ കൂടുതലായി കിടക്കുന്നത്, ആമേൻ ഇതൊക്കെ ഇടുമായിരുന്നു. എന്തിനാണ് ഞാൻ ഇടുന്നതെന്ന് ചോദിച്ചാൽ ആരുടെ ഈ സിമ്പതി കിട്ടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആമേൻ അയ്യോ പോട്ടെ അല്ലെങ്കിൽ സങ്കടപ്പെടണ്ട എന്നൊരു സിമ്പതി കേൾക്കുവാനല്ല. നമ്മുടെ ഡെയിലി ഉള്ള മെസ്സേജസ് യൂട്യൂബിൽ ഓടുന്നുണ്ട്. അപ്പോൾ അഥവാ എന്തെങ്കിലും ഒന്ന് ആമേൻ ഇൻഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അവർ മനസ്സിലാക്കിയിരിക്കണമല്ലോ ആമേൻ അമ്മ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി. അതോർത്ത് അവരൊന്ന് ആമേൻ അവരുടെ ടെൻഷനാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം, നമ്മുടെ മെസ്സേജുകൾ കിട്ടാത്ത സമയം, വാട്സപ്പിലെ മെസ്സേജ് വരാതിരിക്കുന്ന സമയമൊക്കെ അവർ നീറുന്ന പ്രശ്നത്തോടെ ഇരിക്കുന്നതാണ്. നമ്മളോടൊരു വാക്ക് പറയുമ്പോൾ ആമേൻ ആ മെസ്സേജ് ഒന്ന് നമ്മൾ കേട്ടു എന്ന് അവർ കാണുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു മനസ്സിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സിസ്റ്ററും ബ്രദറും അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായും അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും, അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാറ്റസിൽ മെസ്സേജ് ഇട്ടത്. അപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ മധ്യസ്ഥ വഹിക്കുന്നവരല്ലേ, ഉപവസിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഈ ദീനത്തെ മാറ്റിക്കൂടെ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിളിക്കുവാൻ സമയമായി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വേല തികച്ച് അക്കരെ നാട്ടിൽ പോകുവാൻ ഒരാൾ വളരെ പ്രാപ്തിയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, പിന്നെ ആ ജീവനെ ഞങ്ങൾ പിടിച്ചു മേടിക്കുന്നത് ആമേൻ തെറ്റാണ്. അവരുടെ വിശ്വാസവും അവരുടെ പ്രത്യാശയും അവർ വേല തികച്ച് അപ്പൻ്റെ സന്നിധിയിൽ കടന്നുപോയതാണ്. ഞങ്ങൾക്ക് പൂർണ്ണ പ്രത്യാശയോടെ പറയുവാൻ കഴിയും. ഏകദേശം 2014 PRS ഹോസ്പിറ്റലിൽ അമ്മ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഷുഗർ കൂടി ആമേൻ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് ആമേൻ കാഴ്ചയൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളെ ജസ്റ്റ് ഒന്ന് കാണാമെന്നേ ഉള്ളൂ. പക്ഷേ ആമേൻ ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ, ഞങ്ങൾ അവിടെയുള്ള ആമേൻ ഡോക്ടർ പറഞ്ഞത് ഇതാണ്, ആമേൻ ജീവിച്ചിരിക്കുന്നത്, ഇവർ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ ഡോക്ടർ ഒരു ക്രിസ്ത്യാനിയാ. അതുകൊണ്ട് ആ പുള്ളി വിശ്വാസത്തോടെ പറഞ്ഞത് ആമേൻ ഈ മാതാവ് ജീവിച്ചിരിക്കുന്നത്, അവർ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. കാരണം അമ്മ ഓടിയത് മുഴുവനും കർത്താവിന് വേണ്ടിയാ. അമ്മ പ്രാർത്ഥിച്ചത് മുഴുവനും ആമേൻ ലോകത്തിലുള്ള സകല വ്യക്തികൾക്കും വേണ്ടിയാ. അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാവിന് ദൈവം നല്ലൊരു മരണത്തെ കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കഷ്ടം വന്നു, ഒത്തിരി പ്രയാസം വന്നു. പക്ഷെ പറയട്ടെ, ക്യാൻസർ 2 വർഷം കൊണ്ട് അമ്മയുടെ ശരീരത്തെ കാർന്ന് തിന്നുമായിരുന്നു. കുറച്ചു നാളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഏറിപ്പോയാൽ 3 കീമോ. ഞങ്ങൾക്ക് കുറച്ച് നാൾ കൂടെ കാണാമല്ലോ എന്നോർത്ത് ബാക്കി ട്രീറ്റ്മെന്റുകൾ അമ്മ കണ്ടിന്യൂ ചെയ്തില്ല. ആമൻ, ഞാൻ പറയട്ടെ, ആമൻ ഈ ക്യാൻസർ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വേദനയും എൻ്റെ അമ്മ അനുഭവിച്ചിട്ടില്ല. ആമൻ ക്യാൻസർ എന്നറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ അമ്മ അർദ്ധരാത്രികളിൽ മസിൽ പെയിൻ വന്ന് വിളിക്കുമായിരുന്നു. ഭയങ്കരമായി കരയും. അത് എവിടെ നിന്ന് ആമൻ ഏത് സ്ഥലത്ത് അമ്മ നിൽക്കുന്നൊന്നും അറിയത്തില്ല. വേദന കൊണ്ട് അമ്മ പുളയുമായിരുന്നു. പക്ഷേ ഈ ക്യാൻസർ എന്ന രോഗം അമ്മയെ പിന്തുടർന്നപ്പോൾ അമ്മയുടെ ആ വേദനകളൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്.
പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ ബെഡിൽ തന്നെ ചില ദിവസങ്ങൾ, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 2-3 ദിവസം മലമൂത്രം എടുത്തെന്നാലും ആമേൻ ഹാലിയ പറയട്ടെ, എൻ്റെ അമ്മ വേദന അനുഭവിച്ചില്ല. സ്വർഗത്തിലെ ദൈവം കൊടുത്തത് ആമേൻ ദൈവത്തിൻ്റെ വചനം ആമേൻ വായിച്ചു കേട്ടു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആയാണ്ടിൽ 100 മേനി വിളവ് കെട്ടി. എൻ്റെ മാതാവ് വിശ്വാസത്തോടെ വിതച്ചതിൻ്റെ വലിയൊരു കൊയ്ത്ത് ആമേൻ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് സൂക്ഷിക്കുന്നത്, ഇതിനകത്ത് കുടുംബമായി കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നത്, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉറപ്പിച്ച ദൈവിക വചനം ഇതാണ്. ഇതിനകത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഉറപ്പിച്ച വചനമാണ്. നീ വിതച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ കൊയ്യോ. നിന്റെ കുടുംബത്തിനകത്ത് നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയിൽ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, വിതച്ചത് നീ കൊയ്യുവാൻ പോകുന്നു. നിന്റെ പൂർവ്വ പിതാക്കന്മാർ വിതച്ചത് വലിയൊരു അഭിഷേകത്തിന്റെ തീ ആമേൻ ഹല്ലേലൂയ. വിതച്ചത് വെറുതെയല്ല, കണ്ണുനീരോടെയാ വിതച്ചത്. ആരെങ്കിലും കണ്ണുനീരോടുകൂടെ വിതച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇനി വിതയ്ക്കാൻ പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെയായി തീരത്തില്ല. ഈ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ വിളിച്ചു പറയട്ടെ, കരഞ്ഞത് വെറുതെയാകത്തില്ല, ഉപവസിച്ചത് വെറുതെയാവത്തില്ല. നീ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞത് വെറുതെയാകത്തില്ല, നീ ഉപവസിച്ചത് വെറുതെയാകത്തില്ല. ജൂഡാമാന റമാന ശംധന റിഖാലഗടക ശംധനാരകൾ പ്രൗഢവന. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ ഞാനിവിടെ വന്നപ്പോൾ നാൻസിയോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനിടയായി. അതിലൊരു ചെറിയ പോയിന്റ് കൂടെ ആമേൻ പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മളെ ദൈവത്തിന് ആവശ്യമാണെങ്കിൽ ലോകം നമ്മളെ കളയും. ആമേൻ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും ബന്ധക്കാരും സ്വന്തക്കാരും സഭയും ആമേൻ സകലരും തള്ളിക്കളയും. അതിനൊരു തെളിവാ ഞാൻ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തം മുഴുവനും ആമേൻ എൻ്റെ ആങ്ങളയുടെ മേലുണ്ടെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ എൻ്റെ ആങ്ങളയുടെ മേലായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ മൂത്ത തലമുറ ആമേൻ അവനാണ് വാഗ്ദത്തം ചുമക്കേണ്ടത്. ഒത്തിരി ആമേൻ ദർശനങ്ങളും വെളിപ്പാടുകളും വാഗ്ദത്തങ്ങളും ആമേൻ അവൻ്റെ മേലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ കയറി ഇറങ്ങാത്ത ഒരു പാസ്റ്റർമാരും ഇല്ല. ആമേൻ ഈ മരണത്തിന് വന്നപ്പോൾ പല പാസ്റ്റർമാരും അവിടെ വന്ന് എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മറന്നുപോയി. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. കാരണം ആമേൻ ഹല്ലേലൂയ എൻ്റെ ഉള്ളിനകത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ആമേൻ ഹല്ലേലൂയ ഞാൻ കളിച്ചോണ്ട് നടക്കുമ്പോഴും എൻ്റെ ഉള്ളിനകത്ത് ഞാൻ കുറിച്ചിട്ട ചില വചനങ്ങളുണ്ട്, ഞാൻ കുറിച്ചിട്ട ചില കാര്യങ്ങളുണ്ട്. ആമേൻ അവിടെയൊക്കെ ഞാനന്ന് തള്ളപ്പെട്ടവളായിരുന്നു. കാരണം എനിക്ക് ശുശ്രൂഷയില്ല. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തം അവൻ്റെ മേല. എല്ലാവരും ആമേൻ എൻ്റെ സഹോദരന്റെ മേൽ ഫോക്കസ് ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥന വയ്ക്കുന്നു, ഉപവസിക്കുന്നു. അവൻ എൻ്റെ അമ്മയുടെ നല്ല സമയം മുഴുവനും അവന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആമേൻ ഹല്ലേലൂയ. അതിൻ്റെ ഫലപ്രാപ്തിക്ക് ദൈവം വെയിറ്റിംഗ് ഇട്ടിട്ട് വാഗ്ദത്തമുള്ള എൻ്റെ തലമേൽ വാഗ്ദത്തമുള്ള ഇത് ഈ ചാടി പിടിച്ചത് ഞാൻ. ആമേൻ ഹല്ലേലൂയ. ചാടി പിടിക്കാൻ ചില തീച്ചൂളയിലൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. ദാവീദിനുള്ളതുപോലെ ഒരു തിരഞ്ഞെടുപ്പ്, യോസേഫിനുള്ളതുപോലെ ഒരു തിരഞ്ഞെടുപ്പ്. ആമേൻ ഹല്ലേലൂയ. നീ വാഗ്ദത്തം കേൾക്കൂ. നിന്റെ കുടുംബത്തിനകത്ത് 5 മക്കളുണ്ടോ, 2 മക്കളുണ്ടോ, 3 മക്കളുണ്ടോ, 12 ഉണ്ടോ, എനിക്കറിയത്തില്ല. ആരോടോ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് കൈമാറുവാൻ പോകുന്നു. കേട്ട ദൂത് ചിലപ്പോൾ മൂത്തവരായിരിക്കാം, ചിലപ്പോൾ ഇളയവരായിരിക്കാം, ചിലപ്പം അവസാനത്തേതിനായിരിക്കാം. ചാടി പിടിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ചാടിപ്പിടിക്കുവാൻ ആര് തയ്യാറാണോ, ചാടിപ്പിടിക്കുവാൻ ആര് തയ്യാറാണോ, ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ആമേൻ. അന്ന് കേട്ട ദൂതുകൾ കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ടുണ്ട്. ആമേൻ, ഞാൻ ചിരിച്ചിട്ടുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ കള്ളവല്ല പറഞ്ഞു, ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആമേൻ. ഈ കേൾക്കുന്ന വാക്ക്
വാഗ്ദത്തം മുഴുവനും എൻ്റെ സഹോദരനുള്ളത്. അപ്പോൾ ദൈവമേ എനിക്കൊന്നുമില്ല, കാരണം അപ്പോൾ ജീവൻ പണയം വെച്ച് പാടും, ഞാൻ പ്രാർത്ഥിക്കും, ആമേൻ ഹല്ലേലൂയ, കൈയടിച്ച് ആരാധിക്കും. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു വാഗ്ദത്തമില്ലേ, ആമേൻ ഹല്ലേലൂയ. അന്ന് ഞാൻ രഹസ്യമായി കരഞ്ഞിട്ടുണ്ടോ? അന്ന് ഞാൻ രഹസ്യമായി കരഞ്ഞെങ്കിൽ ഇന്ന് ദൈവം എന്നെ പരസ്യമായി മാനിക്കുന്നുണ്ട്. എന്നെ ദൈവം പരസ്യമായി മാനിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെയും ഇഷ്ടത്തിലല്ല, ഒരു മനുഷ്യന്റെയും കൺട്രോളിലല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് കർത്താവിനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകം തള്ളുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അതുകൊണ്ട് എനിക്ക് ദാവീദിനെ ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ, ദാവീദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ പറയുവാൻ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ, അത്യാവശ്യം കർത്താവിനെ ഒന്ന് ചെറുതായിട്ട് പാടുവാൻ, സ്തുതിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനെ വെച്ച് ആമേൻ ഞാൻ എടുത്ത് പ്രയോഗിക്കുവാൻ തുടങ്ങി. ആര് കത്തി ആമേൻ ഡെയിലി രാകുമോ, ആമേൻ നിന്റെ അഭിഷേകം ഡെയിലി പുറത്തെടുക്കുവാൻ ശ്രമിക്കുമോ, ആമേൻ നീ കത്തും തോറും ആമേൻ ചില പച്ച കൊള്ളികളും കത്താൻ തുടങ്ങും. നീ ഒന്ന് കത്തിയാൽ മതി, നീ ഒന്ന് കത്തി തുടങ്ങിയാൽ മതി, നീ ഒന്ന് അഭിഷേകത്തിൽ നിറഞ്ഞാൽ മതി, നിന്റെ ഭവനത്തിലുള്ള ചില പച്ച വിറക് കൊള്ളികളും കത്തി തുടങ്ങുവാൻ തുടങ്ങും. എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് നീ കത്തി തുടങ്ങിയാൽ മതി. ഏതെങ്കിലും ഒരു കോണിലിരുന്ന്, രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് നീ കത്തി തുടങ്ങിയാൽ മതി. രാജ്യങ്ങൾ കടന്നു ചങ്ങല പോലെ ചില തീകൾ ചില കുടുംബത്തിനകത്തേക്ക് വിടുതലായി ചലിക്കുകയാ. ജൂഡാ ബാബ റമന ശംധന റീ കാലഘടക ശംധനാരകൾ പ്രൗഢമന അഥനഘടക ശംധനാരകൾ പ്രൗഢമന. ഹല്ലേലൂയ. പറയട്ടെ, ആമേൻ ആമേൻ. എന്തവർക്ക് കാണണമെന്ന് ആഗ്രഹിച്ചോ? എനിക്ക് തോന്നുന്നു 2018 ആമേൻ ഇതിനകത്തൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആമേൻ ഞാൻ വളരെ വേദനയോടെയാണ് ഇതിനകത്തായിരുന്നത്. 2015 ഞാൻ വളരെ വേദനയോടെ ആയിരിക്കുന്ന സമയം ആമേൻ ഹല്ലേലൂയ, ഞാൻ ഫ്രണ്ടിലിരുന്നു, അമ്മ തൊട്ട് പുറകിലിരുന്നു. എൻ്റെ കണ്ണുനീർ, ഞാൻ വാരിയെറിയുന്ന കണ്ണുനീർ കണ്ട് ആമേൻ ഹല്ലേലൂയ, എൻ്റെ അമ്മ എൻ്റെ തലയിൽ കൈവച്ച് ഇതിനകത്ത് വെച്ച് ഒരു ശുശ്രൂഷയുടെ അധികാര കൈമാറ്റം ആമേൻ അമ്മ എനിക്ക് നൽകുവാനിടയായി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞ് എൻ്റെ ആത്മീക ലെവലിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ കർത്താവേ, ആമേൻ അന്നൊരു അഭിഷിക്തൻ എന്നോട് ദൂത് പറഞ്ഞു, ശുശ്രൂഷയുടെ ഒരു പകർച്ച നിന്റെ മേൽ ആമേൻ മാതാവ് പകർന്നു തന്നിട്ടുണ്ട്, സ്വർഗത്തിലെ അപ്പൻ നിനക്ക് പകർന്നു തന്നിട്ടുണ്ട്. രാഗി തുടങ്ങിക്കോ, നീ രാഗി തുടങ്ങിക്കോ, അത് കത്താൻ പോവുകയാ. ആമേൻ അന്ന് ഞാൻ ഏറ്റെടുത്തു. അപ്പ നിന്റെ വേല അത് ഞാൻ ചെയ്തോളാം കർത്താവേ. ഞാൻ പറയട്ടെ, ആമേൻ ശുശ്രൂഷയിലെ എല്ലാ സന്തോഷങ്ങളും, ശുശ്രൂഷയിലെ എല്ലാ നന്മകളും, എല്ലാ യാത്രകളും എല്ലാം അനുഭവിച്ച് ആമേൻ മക്കളുടെയും ആമേൻ മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും നല്ല സന്തോഷം കണ്ട് ആമേൻ അനുഗ്രഹിക്കപ്പെട്ടൊരു മരണം കർത്താവ് നൽകുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. പറയട്ടെ, ആമേൻ ഹല്ലേലൂയ. എന്നെ കളിയാക്കിയവരോട് ഞാൻ പറയട്ടെ, ആമേൻ അമ്മ വിശ്വസ്തയോടെ കർത്താവിന്റെ വേലയിൽ നിന്നു അമ്മ എന്താഗ്രഹിച്ചു അതൊക്കെയും കർത്താവ് നൽകി. ആമേൻ അമ്മയെ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ എന്നറിയുവാൻ ആമേൻ സിസ്റ്റർമാർ ചെക്ക് ചെയ്തപ്പോൾ ആമേൻ അന്ന് രാവിലെ, ആമേൻ മരിക്കുവാനൊരു റീസൺ വേണ്ടേ, അന്ന് രാവിലെ ആമേൻ അമ്മയെ അവിടെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മുറിവുണ്ടായി. ആമേൻ ഹല്ലേലൂയ. ആമേൻ അന്ന് വരെ ആമേൻ കട്ടിക്കിരുന്ന ഒരു ആമേൻ തടിപ്പ് അത് പൊട്ടുവാനിടയായി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, എങ്കിലും ആമേൻ എൻ്റെ പപ്പയുടെ ആമേൻ റിലേറ്റീവ്സ് എല്ലാം ഹിന്ദുക്കളാ, ജാതികളാ. ആമേൻ അവരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. എൻ്റെ അമ്മയുടെ ശരീരം ഒരു പുഴുവരിച്ച ശരീരമായിട്ടല്ല നിത്യതയിൽ പോയത്. അവർ കർത്താവിന്റെ വേല തികച്ചു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ കയ്യിൽ പിടിച്ചു അന്യഭാഷ പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേൾക്കണമോ? അന്ന് വരെ ഏകദേശം 4 വർഷമായി കണ്ണിലെ കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നിന്റെ മുഖം എനിക്ക് നന്നായി കാണാം, നിന്റെ മുഖം എനിക്ക് കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുവാനിടയായി, പാടുവാൻ തുടങ്ങി, അന്യഭാഷ
തമാശ പറയുവാൻ തുടങ്ങി. 3 ദിവസം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നുവെങ്കിലും പറയട്ടെ, സുഖകരമായൊരു മരണം. ഒരു ജാതികൾക്കും മറ്റുള്ളവർക്കും ഒരു ചോദ്യം പറയുവാൻ എൻ്റെ ദൈവം എൻ്റെ മാതാവിലൂടെ അനുവദിച്ചില്ല. കാരണം ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. അറിയാം, ആമേൻ, എൻ്റെ പപ്പയുടെ ആൾക്കാരൊക്കെ ഹിന്ദുക്കള്, ആമേൻ, ആമേൻ, റോമൻ കാത്തലിക്കുകാരുണ്ട്, ജാതീയതയിൽ നിൽക്കുന്നവരുണ്ട്, ആമേൻ. അവരൊക്കെ എന്തെങ്കിലും ഒരു കല്യാണം വെച്ചാൽ, അല്ലെങ്കിൽ ആമേൻ ഒരു എൻഗേജ്മെന്റ് വെച്ചാൽ, അല്ലെങ്കിൽ വിരുന്ന് വെച്ചാൽ, ഒരു നൂലുകെട്ട് വെച്ചാൽ, ഒരു ഹൗസ് ഫാമിംഗ് വെച്ചാൽ, ഞായറാഴ്ച ദിവസം 10 മണി മുതൽ ആമേൻ 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ അതോടെ ഫംഗ്ഷൻ ക്ലോസ്. ആമേൻ, ആമേൻ. ഞങ്ങളെ കുഞ്ഞുനാളിലെ പഠിപ്പിച്ചത് ഇതാ, ആമേൻ, എന്ത് സംഭവിച്ചാലും ഞാൻ മരിച്ചെന്ന് ആമേൻ കണ്ടാൽ പോലും ഞായറാഴ്ചത്തെ ശവാരാധന വിട്ട് യാതൊരുവിധ കാര്യത്തിനും പോകരുത്. അതെന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചൊരു പാഠമാണ്. അങ്ങനെ ആമേൻ പലതവണ ഞങ്ങൾ ആമേൻ ഈ വിവാഹ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുക്കളയ്ക്കകത്ത് പോയിട്ട് അമ്മ ഏങ്ങി നെഞ്ചുപൊട്ടി കരഞ്ഞു വന്നിട്ടുണ്ട്. തിന്നാൻ വന്നവളെന്നുള്ള പേര്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, തിന്നാൻ വന്നവളെന്ന പേര്. കാരണം എന്തൊരു പെന്തിക്കോസുകാരി, ഒരു പാസ്റ്ററിന്റെ കുടുംബമായതുകൊണ്ട് അവിടെയൊക്കെ തള്ളപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. തള്ളപ്പെട്ടവരുടെയൊക്കെ മുമ്പിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട പദവികൾ അവരുടെ തലമുറകൾക്ക് ലഭിക്കാത്ത മകൾ ഭാഗ്യത്തെ കാണുവാൻ, ഓ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ മരണ ശുശ്രൂഷയ്ക്ക് വന്ന ഒത്തിരി ഭക്തന്മാർ എൻ്റെ അപ്പന്റെ കുടുംബത്തിൽപ്പെട്ടവർ പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇത്രയും മകൾ ഭാഗ്യം ദൈവം ഒരുക്കിയല്ലോ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് പലപ്പോഴും അമ്മയ്ക്ക് ഒത്തിരി ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുവാൻ പറ്റാതെ വന്നപ്പോഴാണ് ചില മാസങ്ങൾ ആലയത്തിൽ കടന്നു വരുവാൻ കഴിയാതെ വന്നത്. എങ്കിലും തിരുവത്താഴമൊക്കെ ഭക്ഷിച്ച് ആമേൻ മരുമകൻ ചെയ്യുന്ന സ്ഥാന ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ, ആമേൻ തിരുവത്താഴം കൊടുക്കുന്നത് എല്ലാം ഭക്ഷിപ്പാൻ മകൾ ഭാഗ്യം കർത്താവ് ഒരുക്കി. ഇങ്ങനെ ഒരു ഭാഗ്യം ആർക്ക് ലഭിക്കും? അതിനൊക്കെ ആമേൻ, ഹല്ലേലൂയ, ഓടിയത് കൊണ്ട്, അധ്വാനിച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തിലൂടെ പറഞ്ഞത്, ഇസ്ഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, 100 മേനി പ്രതിഫലം കർത്താവ് കൊടുത്തു. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനതാ, നീ വിതയ്ക്കുന്നത് 100 മടങ്ങ് കൊയ്യുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കും. ആമേൻ, 30, 60, 100 മേനി കൊയ്യുവാനുള്ള മകൾ ഭാഗ്യം കർത്താവ് ഒരുക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവം കൊടുത്ത മഹൽ സന്തോഷവാ, അത് ദൈവം കൊടുത്ത മകൾ ഭാഗ്യവാ. ആമേൻ. കണ്ണുനീരോടുകൂടെ ആരൊക്കെ കരയുമോ നിന്റെ തലമുറകൾ എഴുന്നേൽക്കും. ഞാൻ പറയട്ടെ, ആരോടൊക്കെ പറയുന്ന ദൂത, ആമേൻ, കണ്ണുനീരോടുകൂടെ ആരൊക്കെ വിതയ്ക്കുമോ നിന്റെ തലമുറ അത് ആർപ്പോടെ കൊയ്യോ. ഒരു മരണത്തിനും വിട്ടുകൊടുക്കത്തില്ല, ഒരു തകർച്ചയ്ക്കും വിട്ടുകൊടുക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ജൂഡാബാന രമനക ശബ്ദനാരകൾ പ്രൗഢവന, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു തകർച്ചയ്ക്കും സ്വർഗത്തിലെ അപ്പൻ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. എന്നും പറഞ്ഞ് കഷ്ടതയില്ലെന്നല്ല, കണ്ണുനീരില്ലെന്നല്ല, വേദന ഇല്ലെന്നല്ല, ഒരു തകർച്ചയിലൂടെയാ നിന്റെ പുറപ്പാട്. ആമേൻ, ഹല്ലേലൂയ. ഒരു പൊളിയലിലൂടെയാ നിന്റെ പുറപ്പാട്. പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, തച്ചുടച്ച് പിശാച് ഇട്ടിട്ടുണ്ടെങ്കിൽ നീ ചിന്തിച്ചോളണം, പിശാച് നിന്നെ പൊളിച്ചെടുത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ പണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ പണിതു തുടങ്ങിയിട്ടുണ്ട്, നിന്റെ സാമ്പത്തികത്തെ പണിതു തുടങ്ങിയിട്ടുണ്ട്, നിന്റെ ഭാവിയെ പണിതു തുടങ്ങിയിട്ടുണ്ട്. റമാന ശംധനേറി കാലഘടകശിയ അർത്ഥൽ പ്രൗഢവന ദീപലഘടക ശംധനാരകൾ ഘടകശിയ. ഹല്ലേലൂയ. ആമേൻ. നമ്മളിവിടെ വായിച്ചു കേട്ടു, ആമേൻ, ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. എല്ലാവർക്കും അറിയാം, ഇസ്ഹാക്ക് ആരാ? അബ്രഹാമിന്റെയും സാറയുടെയും വാഗ്ദത്ത സന്തതി. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം, ആമേൻ, കണ്ണുനീരിൽ കുതിർത്ത വർഷങ്ങൾക്ക് ശേഷം, നിന്നയിൽ കടന്നുപോയ വർഷങ്ങൾക്ക് ശേഷം, ആമേൻ, വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്ത സന്തതി, ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് ഇസ്ഹാക്ക്. ദൈവത്തിന് വേണമെങ്കിൽ, ആമേൻ, ഈ ഇസ്ഹാക്ക് എന്നുള്ള പേരിടാതെ നമ്മുടെ യെബേസിന്, ആമേൻ, വ്യസനപുത്രൻ ആയ യെബേസിന് ആ പേര് നൽകിയെങ്കിൽ, വേണമെങ്കിൽ കർത്താവിന് ഇസ്ഹാക്കിന് അങ്ങനെയുള്ള പേരിടാമായിരുന്നു. കാത്തിരിപ്പിന് ശേഷം ലഭിച്ച, ആമേൻ, ഇസ്ഹാക്ക് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേര് കൊടുക്കാമായിരുന്നു. പക്ഷേ, ആമേൻ, ഇസ്ഹാക്ക് എന്ന വാക്കിനർത്ഥം
ചിരി എന്ന ആമേൻ ഹല്ലേലൂയ ഇസഹാക്ക് എന്ന വാക്കിനർത്ഥം ചിരിയ വാഗ്ദത്തമുള്ളതിനെ ദൈവം ചിരിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വാഗ്ദത്തമുള്ളതിനെ സ്വർഗ്ഗത്തിലെ അപ്പൻ ചിരിയാക്കി മാറ്റും. ഒരു പക്ഷേ കണ്ണുനീരിലൂടെ ആയിരിക്കാം കടന്നുപോയത്, നിന്നയിലൂടെയായിരിക്കാം കടന്നുപോയത്, ഒറ്റപ്പെടലിലൂടെ ആയിരിക്കാം കടന്നുപോയത്, നാറ്റം വമിച്ച അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നുപോയത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തെ അവൻ ചിരിയാക്കി മാറ്റുവാൻ പോകുന്നു. നിന്റെ തലമുറയെ അവൻ ചിരിയാക്കി മാറ്റുവാൻ പോകുന്നു. നിന്റെ വിദ്യാഭ്യാസത്തെ അവൻ ചിരിയാക്കി മാറ്റുവാൻ പോകുന്നു. ചൂടാമാമ നിന്റെ തകർച്ചയെ അവൻ ചിരിയാക്കി മാറ്റുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവം ആമേൻ ഇസ്ഹാക്കിനെ ആമേൻ ആമേൻ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് പറഞ്ഞ ആമേൻ പേരാണ് ഇസ്ഹാക്ക് എന്നവന് പേരിടണം. ചിരി എന്നർത്ഥമുള്ള ആമേൻ ഇസ്ഹാക്ക് എന്ന പേര് ആമേൻ ഹല്ലേലൂയ ഇടണം. ആമേൻ വാഗ്ദത്ത സന്തതി കണ്ണുനീരിൽ ജനിച്ച നിന്നയിൽ ജനിച്ച ആ തലമുറയെ കർത്താവ് ചിരിയാക്കി മാറ്റുവാനിടയായി. അങ്ങനെയെങ്കിൽ ചില നിന്നയിലൂടെ കടന്നു പോകുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ പ്രശ്നത്തെ പരിശുദ്ധാത്മാവ് ചിരിയാക്കി മാറ്റുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല ആരോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് പറയുന്നു. നീ കടന്നു പോകുന്ന തകർച്ചയെ, നീ കടന്നു പോകുന്ന നിന്നയെ, നീ കടന്നു പോകുന്ന പ്രശ്നത്തെ പരിശുദ്ധാത്മാവ് ചിരിയാക്കി മാറ്റുവാൻ പോവുകയാ. ജൂഡാ ബാബ റമന ശേന്തനെ റീതാലകടകസിയ നിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ നീ ഇന്ന് കരയുന്നുണ്ടോ? നീ ഇന്ന് തകർന്ന് നിലവിളിക്കുന്നുണ്ടോ? യെസ്, പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ ചിരിപ്പിക്കുവാൻ പോകുന്നു. നീ നെഞ്ചത്ത് കരം വെച്ച് പറ, ഞാൻ ചിരിക്കുവാൻ പോകുന്നു. കരഞ്ഞത് മതിയെന്ന്, നിന്നയിലൂടെ പോയത് മതിയെന്ന്, കഷ്ടതയിലൂടെ പോയത് മതിയെന്ന്, മറ്റുള്ളവർക്ക് പരിഹാസമായത് മതിയെന്ന്. ചൂടാ ബാബ റമനക ശംധനാരകൾ കടകസിയ വർഷങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആമേൻ അടിവരയിട്ട് പറയട്ടെ, നീ ചിരിക്കുവാൻ പോകുന്നു. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നിന്റെ ഭവനത്തിനകത്തു നിന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു. ഈ കഷ്ടതയ്ക്ക് വിരാമമിടുന്ന ദിവസമാ, ഈ നിന്നയ്ക്ക് വിരാമമിടുന്ന ദിവസമാ, ഈ ദുഃഖത്തിന് വിരാമമിടുന്ന ദിവസമാ. വിതച്ചിട്ട് നീ കാത്തിരിക്കുന്നില്ലേ കൊയ്യാൻ, അതിന് വിരാമമിടുവാൻ പോകുന്നുവെന്ന് എനിക്കറിയത്തില്ല. ആരോടാ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു? നീ വിതച്ചിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കുന്നില്ലേ, കർത്താവ് കൊയ്യുവാൻ പോകുന്നു. ആ ദുഃഖം മാറ്റി, ആ കണ്ണുനീർ മാറ്റി നീ കൊയ്യുവാൻ പോവുകയാണെന്ന്. ജൂഡാ ബാബ രമന ശംധനെ റിഖാലഘടക ശബ്ദനാരകൾ പ്രൗഢവന ആമേൻ ഹല്ലേലൂയ ആമേൻ. പൂർവ്വ പിതാക്കന്മാരിൽ രണ്ടാമനായി ഇസ്ഹാക്ക് അറിയപ്പെട്ടു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ആമേൻ. ഈ മൂന്ന് പേരിൽ പൂർവ്വ പിതാക്കന്മാരിൽ രണ്ടാമൻ എന്ന പേരിന് അർഹത സ്വർഗത്തിലെ അപ്പൻ ഇസ്ഹാക്കിന് നൽകി. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചിരി നിന്നെ ചില സ്ഥാനങ്ങളിൽ മാനിക്കുന്നതിന് കാരണമാക്കി തീർക്കും. ഈ ദുഃഖം കടന്നു പോകുമ്പോൾ, ഈ കണ്ണുനീർ മാറി കടന്നു പോകുമ്പോൾ ആമേൻ, ചില സ്ഥാനങ്ങൾ ചിരിയുടെ സ്ഥാനങ്ങൾ, ചില ചിരിയുടെ തീന്മേശകൾ ജൂഡബാബ റമനക ശംധനാരകൾ കരകസി, ചില ചിരിയുടെ തീന്മേശകൾ. ഓ റമന ശംധനെ, എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നീ എവിടെയൊക്കെ ചെയ്യുന്നിരുന്നിട്ട് കരഞ്ഞോണ്ടാ എണീച്ചു പോയേ. ചില പ്ലാറ്റ്ഫോമുകൾ പോയിട്ട് നീ കരഞ്ഞാ പോയത്, ചില ബന്ധുക്കളുടെ ഇടയിൽ പോയിട്ട് നീ കരഞ്ഞാ പോയത്, ചില ആത്മീകരുടെ ഇടയിൽ പോയിട്ട് നീ കരഞ്ഞാ പോയത്, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ നീ കരഞ്ഞാ പോയത്, നിന്റെ തൊഴിൽ മേഖല നീ കരഞ്ഞാ പോയത്. കർത്താവ് പറയുന്നു, ആ തീന്മേശയിൽ നിന്നെ ദൈവം ചിരിയുടെ മേലാട ധരിപ്പിക്കുവാൻ പോകുന്നുവെന്ന്. ചൂടബാബ റഥാലക ശംധനാരകൾ പ്രൗഢവന അധുനഘടക ശംധനാരകൾ കടകസി. നീ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞുകൊണ്ട് വിതച്ചിട്ടുണ്ടോ? നീ കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ചിരിയോടെ മടങ്ങുന്ന ദിവസങ്ങളോ, ചിരിയോടെ ചില സ്ഥാനങ്ങളിൽ നീ നിൽക്കുവാൻ പോകുന്ന ദിവസങ്ങളോ. ചൂടബാബ റമനക ശംധനാരകൾ കടകസി. ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? നീ കരഞ്ഞവളാണോ? തകർന്നവളാണോ? നിന്ന കേട്ടവളാണോ? നിന്റെ കുടുംബ നിമിത്തം, നിന്റെ തലമുറ നിമിത്തം
നിന്റെ ശുശ്രൂഷ നിമിത്തം നീ നിന്ദിക്കപ്പെട്ടോ, കരഞ്ഞുവോ, മാനിക്കുന്ന കരം. ജൂഡബാബ റമന ശന്ധനെ റഥാലഘടക ശന്ധനാരകൾ പ്രൗഢവന അധുനഘടക ശന്ധനാരകൾ ഘടകജി റേഥേലഘടക ശന്ധന അഥന ധീബലഘടക ശന്ധനാരകൾ ഘടകജി അഥനഘടക ശബ്ദനാരകൾ പ്രൗഢവന. ദൈവം തന്ന നിന്റെ ചിരിയുടെ പേരിനെ മാറ്റുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല, ഈ ലോകത്തിന് കഴിയത്തില്ല. ദൈവമാണ് നിനക്ക് ആ ചിരിയെ തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആ ചിരി നൽകാമെന്ന് പറഞ്ഞതെങ്കിൽ, ഒരു ലോകത്തിനും ഒരു പിശാചിനും ഒരു കൂട്ടുകാർക്കും നിന്റെ ഭാവിയെ തൊടുവാൻ കഴിയത്തില്ല. നിന്റെ ഭാവിയെ അവനൊരു ചിരിയാക്കി മാറ്റുവാൻ പോവുകയാ. ജൂഡബാബ റമാന ശന്ധനെ അർത്ഥന രഗതരഘടക ശബ്ദനാരകൾ പ്രൗഢവന ധീബലഘടക ശബ്ദാന അന്ധന രഗാനഘടക ശബ്ദനേരകൾ ഘടകസി. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം ചുമക്കുന്ന ഇസഹാക്ക്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്ത സന്തതി ഇതാ പുറത്തു വന്നു. ആമേൻ. ഹല്ലേലൂയ. നല്ല തടിയും മിടുക്കും ആരോഗ്യമുള്ള സമയത്ത് ഇതാ ആമേൻ അപ്പനെ അനുസരിക്കുന്ന ഒരു മകൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വർഷങ്ങൾ പിന്നിട്ടോ നല്ല ആരോഗ്യവും നല്ല മജ്ഞയും മാംസവും കാണാൻ ഭംഗിയുമുള്ള സമയത്ത് ഇതാ അബ്രഹാമിനോട് ആമേൻ വാഗ്ദത്ത സന്തതിയെ നൽകിയ ദൈവം ഇതാ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതാ അവനെയും കൊണ്ട് യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കടന്നു പോവുക. ആമേൻ. വാഗ്ദത്ത സന്തതിയുമായി ആമേൻ. ഹല്ലേലൂയ. കാണാൻ ഭംഗിയുള്ളത് ആരോഗ്യമുള്ള മകനെയും കൊണ്ട് അപ്പന്റെ വാക്ക് കേട്ട് മകൻ ആമേൻ വിറകും തീയും സകലതും എടുത്ത് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതാ എവിടെയാണ് പോകുന്നതെന്ന് അറിയാതെ ഇതാ മകനും കൂടെ യാത്ര തിരിക്കുന്നു. ആമേൻ. യാഗം കഴിക്കുവാൻ ആമേൻ മകനോട് പറഞ്ഞത് ഇതാ നമ്മൾ യാഗം കഴിക്കുവാൻ പോകുന്നു. ആമേൻ. ആ യാഗത്തിന് ആരാണ് യാഗവസ്തു എന്ന് അബ്രഹാം പറഞ്ഞില്ല. പക്ഷേ ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതിയുമായി അബ്രഹാം ഇതാ യാത്ര തിരിച്ചു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അനുസരണമുണ്ട്. ഇസഹാക്ക് തണ്ടും തടിയും മിടുക്കും ആരോഗ്യമുള്ളവൻ. വേണമെങ്കിൽ ഒരു പക്ഷേ ആമേൻ എനിക്ക് പറ്റത്തില്ല, വേണമെങ്കിൽ അപ്പൻ പോയി യാഗം കഴിക്കെന്ന് പറയാമായിരുന്നു. പക്ഷേ അനുസരണമുള്ള ഇസഹാക്ക് അപ്പനോടൊപ്പം ഇതാ യാത്ര തിരിച്ചു. എവിടെയാ? മോറിയ മലയിൽ യാഗം കഴിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. യാത്രാമധ്യേ ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആമേൻ. അപ്പാ, ആമേൻ തീയുണ്ട്, വിറകുണ്ട്, സകലതുമുണ്ട്. ഹോമയാഗത്തിനുള്ള വസ്തു എവിടെ? യാഗത്തിനുള്ള വസ്തു എവിടെ? ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്കിന് അറിയത്തില്ല ഞാനാണ് യാഗവസ്തു. അബ്രഹാമിന് അറിയാം ഈ ചിരിയ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പനൊരു കരുതൽ അവിടെ കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽ ചിരിക്കുന്ന തലമുറയെ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കരുതൽ സ്വർഗത്തിലെ അപ്പൻ തന്നിട്ടുണ്ട്. നീ കരയുന്നുണ്ടെങ്കിൽ നിന്റെ തലമുറ മാനിക്കപ്പെടുവാൻ പോകുന്നു. ഓ റമന ശബ്ദന് അഥാനഘടക ശബ്ദനാരകൾ പ്രൗഢവന. ഏത് വിഷയത്തിന്റെ മധ്യേ നീ ഒത്തിരി കരയുന്നുണ്ടോ? സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണോ? സ്വന്തം ഭവനത്തിന് വേണ്ടിയിട്ടാണോ? ജോലിക്ക് വേണ്ടിയിട്ടാണോ? ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ? കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? തലമുറയ്ക്ക് വേണ്ടിയിട്ടാണോ നീ കരയുന്നത്? സ്വർഗത്തിലെ ദൈവം പറയുന്നു നിനക്ക് വേണ്ടി ഒരു കരുതൽ ആ രാജ്യത്ത് കർത്താവ് ചെയ്യുന്നുണ്ട്. നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെയും ആരും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കരുതലിന്റെ കരങ്ങളെ ദൈവം ചില രാജ്യങ്ങൾക്കകത്ത് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. ചില കരുതലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ചില കരുതലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ജൂഡബാബ റമനഘടക ശബ്ദനാരകൾ പ്രൗഢവന അർത്ഥനാരകന്ധരെ റിഘാലഘടകസി അഥനഘടക ശബ്ദനാരകൾ പ്രൗഢവന അധുനഘടകസി അർത്ഥപ്രൗഢവന. ആർക്കൊക്കെയോ കരുതൽ വെളിപ്പെടുന്നുണ്ട്. ചില സാമ്പത്തിക വിഷയത്തിന്മേൽ ചില കരുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ജൂഡബാബ റമനക ശബ്ദനാരകൾ ഘടകസി അർത്ഥനാരകൾ പ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ ആമേൻ ഇസ്ഹാക്ക് ആമേൻ അനുസരണയുള്ള ബാലൻ മാത്രമല്ല, ആമേൻ അവൻ ധ്യാനിക്കുന്ന മകനുമാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വെളിപ്രദേശത്ത് ധ്യാനിക്കുന്ന ഇസ്ഹാക്കിനെ നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ നല്ല പ്രായത്തിൽ അവൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിൽ ധ്യാനിക്കുവാനും ദൈവവുമായി ഒരു ബന്ധം പുലർത്തിയിരുന്നു. ആമേൻ ഇന്ന് ലോകത്തിൽ ബന്ധം പുലർത്തുന്ന തലമുറയെ നിന്റെ നല്ല സമയം നീ ദൈവവചന വായനയ്ക്കും കർത്താവിന് വേണ്ടി കൊടുക്കുമെങ്കിൽ ആമേൻ നീ ആ കുടുംബത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്, നീ ആ കുടുംബത്തിനകത്ത് അനുഗ്രഹിക്കാൻ പെടുവാൻ പോകുന്നത്. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, പഴിക്കുന്നവർ പഴിക്കട്ടെ, നിന്റെ ധ്യാനം മുഴുവനും ഉയരത്തിലെ അപ്പനോടായിരിക്കട്ടെ. സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം നിനക്കൊരു പക്ഷേ ആമേൻ സഹായം ചെയ്തെന്ന് വരത്തില്ല. ലോകം ചെയ്യുന്ന സഹായത്തിന് ഒരു പരിധിയുണ്ട്. അവിടെ കുറ്റപ്പെടുത്തൽ കാണും, അവിടെ പരിമിതികൾ കാണും. പക്ഷേ സ്വർഗത്തിലെ അപ്പനിൽ നീ ഉയരത്തിലേക്ക് നോക്കിയേ, അവിടെ നിന്ന് വരുന്ന ഒരു നന്മയ്ക്ക് പരിധിയില്ല. അത് ലിമിറ്റഡാ, അൺലിമിറ്റഡാ. ലോകം തരുന്നത് ലിമിറ്റും, സ്വർഗത്തിലെ അപ്പൻ തരുന്നത് അൺലിമിറ്റഡ് പ്ലാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, ആമേൻ പരിധിയില്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള ചില നന്മയുടെ വഴികൾ, ചില ഉയർച്ചയുടെ വഴികൾ നിന്റെ തലമുറയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല ഇന്ന് പകലിൽ ആരുടെയൊക്കെ കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് അൺലിമിറ്റഡ് പ്ലാനുകൾ അയക്കുന്നുണ്ട്. ശബ്ദന രഗംധുനി റിഗൽശമനഘടകസിയ ചില അൺലിമിറ്റഡ് പ്ലാനുകൾ, അസാധ്യമായി നിൽക്കുന്ന സ്ഥാനത്ത് ചില തൊഴിൽ മേഖലകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരുക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാട്ടെ, ഏറ്റെടുത്താട്ടെ. അത് എന്റെ കുടുംബത്തിലാവണോ, അത് എന്റെ കുടുംബത്തിലാവണോ. ചില തൊഴിൽ മേഖലയുടെ നന്മകൾ ഓ റമന ശബ്ദനെ റേഥലഘടക ശബ്ദനാരകൾ ഘടകസി. യെസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങളും നന്മകളും തരും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒന്നിനും മുട്ടുമടക്കത്തില്ല, അവൻ ഒന്നിനും മുട്ടുവരുത്തത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടർന്നു വരും. നിന്റെ മക്കളുടെ മുമ്പിൽ നീ മുട്ടുകുത്തണ്ട, ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തണ്ട, ഓഫീസേഴ്സിന്റെ മുമ്പിൽ മുട്ടുകുത്തണ്ട. നീ പ്രാർത്ഥിച്ചാൽ മതി, നീ ദൈവത്തെ ധ്യാനിച്ചാൽ മതി. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുവാനിടയായി തീരും. ഹല്ലേലൂയ. കർത്താവ് തുറക്കുന്ന വഴിയതാ, കർത്താവ് ഒരുക്കുന്ന പാതയതാ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു, സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ലോകം നിനക്ക് തിന്മയ്ക്ക് പദ്ധതി ഒരുക്കുമ്പോൾ, നിന്നെ ചതിക്കുഴികളിലിട്ട് നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, കർത്താവ് പറയുന്നു, ലോകം തിന്മയ്ക്കായി ഒരുക്കുന്നത് സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇസ്ഹാക്കിന് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ കർത്താവ് കൊടുത്തു. ആമേൻ, റിബേക്ക. ആമേൻ, ഹല്ലേലൂയ. റിബേക്ക ആമേൻ ഇതുപോലെ തലമുറയില്ലാതെ റിബേക്ക വളരെ ഭാരവും നിരാശയും വേദനയും ദുഃഖവും ദുഃഖിച്ചിരിക്കുന്നതും കണ്ട് ആമേൻ ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിന്റെ ഭാര്യയ്ക്കൊരു ബലഹീനതയുണ്ടോ? നിന്റെ ഭർത്താവിനൊരു ബലഹീനതയുണ്ടോ? പരസ്പരം നീ തോളോട് തോൾ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവ വാഗ്ദത്തങ്ങളെ തരും. ഉദരബലം ഇല്ലാതിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പരസ്പരം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആമേൻ. കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഞാൻ പറയട്ടെ, ഇസ്ഹാക്ക് റിബേക്കയ്ക്ക്
പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 25-21 നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ. എന്നാൽ ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം റിബേക്കയുടെ ഗർഭത്തെ അനുഗ്രഹിച്ച് ഇരട്ട സന്തതികളെ കൊടുക്കുവാനിടയായി. ആമേൻ. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇസ്ഹാക്കിന് ഇരട്ട സന്താനത്തെ കൊടുക്കുവാനിടയായി. നീ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് രണ്ടെണ്ണത്തിന് മറുപടി തരുവാൻ പോകുന്നു. നീ ഒന്നിനു വേണ്ടി കരയുമ്പോൾ ആമേൻ ചില വിഷയത്തിന് വേണ്ടി മാത്രം ആമേൻ ഒന്നുകിൽ നിന്റെ കുടുംബത്തിനായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിനായിരിക്കാം, ആമേൻ ഹല്ലേലൂയ, അല്ലെങ്കിൽ ജോലിക്കായിരിക്കാം. കർത്താവ് പറയുന്നു, ഒന്ന് തന്ന് അവസാനിപ്പിക്കുന്നവനല്ല കർത്താവ്. ഇരട്ട പ്രതിഫലം, ഇരട്ടി പ്രതിഫലം, ഇരട്ടി പ്രതിഫലം. നീ ഒന്നിനു വേണ്ടി കരയുമ്പോൾ ഇരട്ടി പ്രതിഫലം തന്നു നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നിന്ദയെ മാറ്റി നിനക്ക് ചിരി തരുന്ന തലമുറകൾ, ആമേൻ, ചിരി തരുന്ന കുടുംബജീവിതം, ചിരി തരുന്ന ശുശ്രൂഷ ജീവിതം പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിതയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇസ്ഹാക്ക്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആമേൻ, 100 മടങ്ങ് 100 മേനി പ്രതിഫലം നൽകുവാനിടയായി. ഇന്ന് പകലിൽ വിതയ്ക്കാത്ത ഇന്ന് പകൽ വിതയ്ക്കുവാൻ തയ്യാറാണോ? നീ 100 മടങ്ങ് പ്രതിഫലം ആമേൻ പ്രാപിക്കുവാൻ പോകുന്നു. ഇന്ന് പകൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കണ്ണുനീരോടുകൂടെ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കഴിഞ്ഞ കാലങ്ങളിൽ വിതച്ചിട്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ, കർത്താവേ ഇന്ന് പകൽ അടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ കണ്ണുനീരോടുകൂടെ വിതച്ചത് ഓരോന്നോ ആമേൻ 100 മടങ്ങ് പ്രതിഫലമായി ഇവരുടെ കുടുംബ ജീവിതത്തിൽ, തലമുറയിൽ, ബിസിനസ്സിൽ, തൊഴിൽ മേഖലയിൽ, ആമേൻ, ഭവനത്തിന്റെ മേൽ, സ്വന്തം ഭവനം എന്ന വാഗ്ദത്തത്തിന്റെ മേൽ, ഉദരഫലങ്ങളുടെ മേൽ, ഭാവിയുടെ മേൽ, വിദ്യാഭ്യാസത്തിന്റെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ, ചൂടമന വൈഡമന ദീപലഘടകശി അപ്പനങ്ങ് 100 മടങ്ങ് പ്രതിഫലം കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.